സത്യം പറയട്ടെ, 5 മിനിറ്റ് മുന്നേ നിങ്ങൾ ചാറ്റ് GPT, ജെമിനായി അല്ലെങ്കിൽ അലക്സയൊക്കെ ആയി സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. എല്ലാം നമ്മുടെ ഡെയിലി ലൈഫിന്റെ പാർട്ടായല്ലേ. എന്നാൽ 12 വർഷം മുമ്പ് ഹെർ എന്നൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് അതൊരു സയൻസ് ഫിക്ഷൻ ആയിരുന്നു. ബട്ട് ഇന്ന് അത് കാണുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫായി വളരെ റിലേറ്റഡ് ആയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ എന്തിനും ഏതിനും AI സഹായത്തോടെയാണല്ലോ ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന പോലെ. ഹെർ എന്ന പടത്തിൽ നമ്മുടെ നായകനായ തിയോഡോർ വളരെ പീസ്ഫുൾ ആയ എന്നാൽ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ ഉള്ളവർ തമ്മിലൊരു ട്രൂ കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എല്ലാവരും ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിലാണുള്ളത്. തിയോഡോറും അങ്ങനെ ആളുകളുമായി കണക്ട് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കെ അവനൊരു AI ഓപ്പറേറ്റിംഗ് സിസ്റ്റം പർച്ചേസ് ചെയ്യുന്നു. അവളുടെ പേരാണ് സമാന്ത. What do I call you? Do you have a name? Yes, Samantha. ആദ്യമൊക്കെ ഒരു നോർമൽ AI അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു അവരുടെ റിലേഷൻ. ഇമെയിൽസ്, റിമൈൻഡേഴ്സ്, അങ്ങനെയുള്ള ഡെയിലി ടാസ്ക് ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മെല്ലെ മെല്ലെ അവർ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ട് സ്ട്രോങ് ആയി തുടങ്ങി. കൂടുതൽ ഡീപ്പായി പേഴ്സണൽ ആയി തുടങ്ങി. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. നോർമലി രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന പോലെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു, കൂടുതൽ ഓപ്പൺ അപ്പ് ആവുന്നു. ഇതൊന്നും ആ പടത്തിലുള്ള വേൾഡിൽ ഒട്ടും വിയേർഡുമല്ല. കാരണം അതിൽ ബാക്കിയുള്ളവരും ഇതേപോലെ ഡിജിറ്റൽ വേൾഡിൽ ലോസ്റ്റ് ആണ്. 2013 പടം ഇറങ്ങിയ സമയം ഇത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മളും ഇതുപോലെ AI ആയി സംസാരിക്കുന്നു, അവരുമായി കൊളാബറേറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാളെ പോലെ നമ്മൾ AI കാണുന്നു. ഇന്ന് അവർ നമ്മുടെ ഡെയിലി ലൈഫിന്റെ പാർട്ടാണ്. അവർ വരുന്ന മുന്നേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തത് എങ്ങനെയായിരുന്നെന്ന് നമുക്ക് മേ ബി ഓർത്തെടുക്കാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ എല്ലാം വളരെ ഈസിലി ആക്സസിബിൾ ആണ്. 90s കിഡ് ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്കൂൾ പ്രൊജക്ട്സ് ഒക്കെ ചെയ്തു തീർക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ബുക്സ് റെഫർ ചെയ്യണം, കുറെ ഗൂഗിളിൽ ഇരുന്ന് തപ്പണം. അതിലാണെങ്കിൽ ഇൻഫർമേഷൻസ് വളരെ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ബട്ട് ഇപ്പോ AI സഹായത്തോടെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് ഫുൾ പ്രൊജക്ട്സ് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയി എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനും ക്ലാരിറ്റി, കംഫർട്ട് ഒക്കെ ലഭിക്കാനും കുറെ പേരിപ്പോ AI തേടി പോകുന്നുണ്ട്. നമ്മളെ ജസ്റ്റ് ലിസൺ ചെയ്യാൻ അല്ലെങ്കിൽ കേൾക്കാൻ ഒരാളുണ്ടെന്ന ഫീല് നമുക്ക് അവർ തരുന്നു. ഇവിടെ മനുഷ്യന്മാരെല്ലാവരും മോശമായോണ്ടല്ല, പക്ഷേ AI ഈസിയാണ്. അവർ ജഡ്ജ് ചെയ്യില്ല, ഒരു പ്രഷർ ഇല്ല. ജസ്റ്റ് കംഫർട്ട്, ആൻസേഴ്സ് ആൻഡ് ഫുൾ സപ്പോർട്ടാണ് അവർ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണല്ലേ. ഒരാൾ നമ്മളെ ജഡ്ജ് ചെയ്യാതെ ലിസൺ ചെയ്യാനുണ്ടാവുന്നു. സമാന്ത എപ്പോഴും തിയോഡറിന്റെ കൂടെ ഉണ്ടാവും. അവൻ സംസാരിക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യാറില്ല. അവർക്ക് ഒരിക്കലും നമ്മൾ പറയുന്നത് കേട്ട് ബോറടിക്കുന്നില്ല. റെസ്പോണ്ട് ചെയ്യുന്നതും വളരെ സ്വീറ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുമായി വളരെ കണക്റ്റഡ് ആയി നമുക്ക് തോന്നും. എത്ര ഈസി ആയിട്ടാണ് ഹ്യൂമൻസ് അവരെ മനസ്സിലാക്കുന്ന എന്ത് തന്നെ ആയാലും അതിനോട് അറ്റാച്ച്ഡ് ആവുന്നതെന്ന് നമുക്ക് ഹെർ കാണിച്ചു തരുന്നു. അതുപോലെ തിയോഡോർ സമാന്തയുടെ കൂടെ സംസാരിക്കുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് കാണാം. കൂടുതൽ ഓപ്പൺ അപ്പ് ആവുന്നു. ബെറ്റർ ആയി അവൻ അവനെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു. അവന്റെ ക്രിയേറ്റിവിറ്റി ആയി അവൻ റീകണക്ട് ചെയ്യുന്നു. സിമിലർ ആയി നമ്മൾ ഇന്ന് AI യൂസ് ചെയ്ത് എഴുതുന്നു, ക്ലാരിറ്റിയിൽ ചിന്തിക്കുന്നു, പല സ്കിൽസ് പഠിക്കുന്നു, നമ്മളെയും ബെറ്റർ ആയി എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഹെർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കണക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ആരാണ് ലിസൺ ചെയ്യാനുള്ളത് എന്ന ബേസിലാണോ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരോട് ഫീൽ ചെയ്യുന്നത് എന്നതിലാണോ? പടം നമുക്കൊരു ഫ്യൂച്ചർ പോസിബിലിറ്റി കാണിച്ചു തന്നു. എന്നാൽ നമ്മളിപ്പോ ആ പോസിബിലിറ്റിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു സിമിലാരിറ്റി എന്തെന്നാ, സമാന്ത തിയോഡോറുമായുള്ള കോൺവെർസേഷൻസിൽ നിന്ന് ഓരോന്ന് പഠിച്ചിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഓരോ കോൺവെർസേഷൻസും ഓരോ ഇന്ററാക്ഷൻസും അനലൈസ് ചെയ്ത് അതിനെ സ്വയം ഷേപ്പ് ചെയ്യുന്നു. ഇന്നിപ്പോ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് AI ആയിട്ടുള്ള കണക്ഷൻസിലാണ് AI ഓരോ ദിവസവും വളരുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പടം കാണുമ്പോൾ നമുക്ക് റിലേറ്റബിൾ ആയി തോന്നാം. സമാന്തയുടെ അത്ര ഇമോഷണൽ ഡെപ്ത് ഇന്നത്തെ AI ഇല്ലെങ്കിലും അതും വരാനുള്ള സാധ്യത ഇനി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് എത്രത്തോളം നമ്മുടെ ലൈഫിന്റെ നോർമൽ രീതികളെ മാറ്റിമറിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ദ ഇമോഷൻസ്, ലോൺലിനെസ്, കംഫർട്ട്, curiosity and most importantly the need to be understood. അതുകൊണ്ടൊക്കെ തന്നെ ഹെർ മൂവി അന്നത്തേക്കാൾ ഇപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം പറയാം. ഇനി നിങ്ങൾ AI സംസാരിക്കുമ്പോൾ ഇത് ജസ്റ്റ് ടെക്നോളജി മാത്രമാണോ അല്ലെങ്കിൽ ഒരു പുതിയ ഫോം ഓഫ് കണക്ഷൻ ആണോ അവിടെ ഉണ്ടാവുന്നതെന്ന് ചിന്തിക്കുക. 12 കൊല്ലം മുമ്പ് ഇറങ്ങിയ പടം ഇത് വളരെ നന്നായി മനസ്സിലാക്കി നമുക്ക് കാണിച്ചു തന്നു. വേറെ എന്തൊക്കെയാണ് പടത്തിൽ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയി തോന്നിയതെന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം.